ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗേയ്സ്. അപ്പോൾ ഇന്നത്തെ ഇൻട്രോയിൽ ചക്കരയില്ല കേട്ടോ. അപ്പോൾ കാര്യം വേറൊന്നുമില്ല, ഞാനിത് ഇവിടെ നമ്മുടെ പുതിയ വീട് പണിയെടുക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ് അല്ലേ. നമ്മളെ വീടിൻ്റെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആളെ എൻ്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ ആൽബം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോകണം. കല്യാണത്തിൻ്റെ ആൽബം എന്ന് പറയുമ്പോൾ നമ്മുടെ കൊല്ലത്തതല്ല, പാലക്കാട്ടത്തത്, ഇവിടത്തത്. അതായത് നമ്മുടെ കല്യാണം 2 ദിവസമായിട്ടാണല്ലോ നടന്നത്. മെയ് 2-ാം തീയതി പാലക്കാട് കല്യാണവും മെയ് 6-ാം തീയതി നമ്മുടെ കൊല്ലത്തെ കല്യാണം വെച്ച് അങ്ങനെ 2 ദിവസമായിട്ടാണ് നടന്നത്. അപ്പോൾ ഞാനിന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഇവിടുത്തെ കല്യാണ ആൽബത്തിൻ്റെ കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ 2 സ്ഥലത്ത് നമ്മൾ 2 ഡ്രസ് കളറിൽ 2 ഡ്രസ് കോസ്റ്റ്യൂമിലൊക്കെയാണ് നമ്മൾ കല്യാണമൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് നമ്മൾ നടത്തിയത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഫോട്ടോസാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോട്ടോസിൽ പിന്നെ നമ്മുടെ അത്യാവശ്യം ഒരുപാട് യൂട്യൂബേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ വാപ്പ ഇപ്പോൾ ആൾ മരണപ്പെട്ടു പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഡെയിലി കാണുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആളിപ്പോൾ ഇല്ല, നമ്മുടെ കല്യാണ സമയത്തൊക്കെ ആളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ ആൽബത്തിലുണ്ട്. ആൾ ജീവിച്ചിരുന്നപ്പോഴുള്ള പിന്നെ നമ്മുടെ കല്യാണത്തിന് പങ്കെടുത്തപ്പോഴുള്ള ഫോട്ടോസൊക്കെ നമ്മുടെ ആൽബത്തിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഉമ്മ ഇപ്പോൾ ഇരിക്കുകയാണല്ലോ. അപ്പാടെ മരണത്തിന് ശേഷം ഉമ്മ പിന്നെ ഇപ്പോൾ ഇദ്ദയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഉമ്മയുടെ ഫോട്ടോസ് ഉണ്ട് അതിൽ. പക്ഷേ ഞാൻ അതിൽ ആ ഒരു മുഖം ഹൈഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. സംഭവം അന്നെടുത്ത ഫോട്ടോയാണ്. പക്ഷേ ഞാനത് ഇപ്പോൾ കാണിക്കുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഞാനതിനെ ഫോട്ടോ കാണിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അത് മുഖം ഹൈഡ് ചെയ്തിട്ടാണ് വിടുന്നത്. കാരണം ഉമ്മയുടെ മുഖം ഇപ്പോൾ എല്ലാവരും കണ്ടതാണ്, അറിയാം ഉമ്മയാണെന്നത് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഇതാ ടൈം ആയതുകൊണ്ട് ആ ഒരു ഫോട്ടോ ഹൈഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടുത്തെ ആൽബത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊല്ലത്തെ ആൽബം അത് നമുക്ക് സാധനം വീട്ടിലിരിക്കുകയാണ്. സാധനമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറിയ 1-2 വർക്ക് കൂടിയുണ്ട്. അപ്പോൾ സാധനം വീട്ടിൽ കിട്ടിയില്ല, സാധനം വീട്ടിൽ കിട്ടും. 2 ദിവസത്തിനുള്ളിൽ സാധനം എത്തും. അതിനകത്ത് ചെറിയ 1-2 വർക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് അത് ഒരു പെൻഡിങ്ങിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കിട്ടിയിട്ട് ഇൻഷാല്ലാ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് 40 കഴിഞ്ഞ് വീടെത്തിയിട്ട് ഞാനത് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫോട്ടോസിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടുത്തെ ഫാമിലീസ് ഉണ്ട്, ഇവിടുത്തെ ഫാമിലീസ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് നമ്മുടെ യൂട്യൂബിലുള്ള കുറച്ച് പരിചയക്കാരെ ആൾക്കാർ കുറേ പേരുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു വയ്ക്കാൽ മതി. അപ്പോൾ അതിനകത്ത് എല്ലാവരെയും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ ആ ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തരെ ഈ ആൽബത്തിൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ചക്കരയുടെ ഉമ്മായും വാപ്പായും ആണ്. ഈ ഒരു ഫോട്ടോയിൽ എൻ്റെ ഉമ്മായും വാപ്പായും പിന്നെ അനുജൻ, അതായത് റമീസുമാണ് കാണുന്നത്. ഇത് നമ്മൾ ആ ഒരു പിന്നെ മഹറിടുന്ന താലി കെട്ടുന്ന സമയത്ത് എല്ലാ ഫാമിലിയും കൂടെ ഉള്ളൊരു ഫോട്ടോയാണ്. അപ്പോൾ നമ്മൾ 2 കൂട്ടരെയും എല്ലാവരും ചേർന്നിട്ടെടുത്ത ഒരു ഫോട്ടോയാണ് ഇത്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഷുഗർ ഫിൽസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്കൊരു ടീം ഗിഫ്റ്റ് എന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് റമിയും പിന്നെ നമ്മൾ 2 ആൾ നിന്നിട്ടെടുത്ത ഒരു ഫോട്ടോയാണിത്. ഓക്കെ, ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ നാസർക്ക, ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഫെയിം ആയിട്ടുള്ള നാസർക്കയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ യൂട്യൂബിലെ TT ഫാമിലി, അവർ 2 ആളാണിത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാപ്പൂ അവരുടെ ഫാമിലി എല്ലാവരും പാട് കല്യാണത്തിന് വന്നതാണ്. അതുപോലെ നമ്മുടെ ജിൽഷാദിൻ്റെ വൈഫും കല്യാണത്തിനുണ്ടായിരുന്നു. ഇത് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഷാജിയും ഉമ്മയും നമ്മുടെ യൂട്യൂബ് ചാനലിലെ അവർ 2 പേരാണ്. പിന്നെ ഈ ഒരു ഫോട്ടോയിൽ കുറച്ച് ആൾക്കാർ അധികം ഉണ്ട്. നമ്മുടെ സൽമാൻ കുറ്റിക്കോട്, അതുപോലെ തന്നെ നമ്മുടെ ലാല മലപ്പുറം, അവരുടെ ടീമുകളൊക്കെ നമ്മുടെ കല്യാണം കൂടെ ഉണ്ടായിരുന്നു. അടുത്തത് പിന്നെ ഇതും നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ബിലാൽക്കായും പിന്നെ ബിലാലിൻ്റെ ഉമ്മ വാപ്പ വൈഫ് ഫാമിലി മൊത്തത്തിലുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ. അടുത്ത ഇതിലുള്ള 2 പേര് എന്ന് പറയുന്നത് ചക്കരയുടെ മൂത്തുമ്മയുടെ മക്കളാണ്. 2 മൂത്തുമ്മമാരിൽ അവരുടെ 2 ആളുടെ ഓരോ മക്കളാണ് ഈ ഫോട്ടോയിലുള്ളത്. ഇത് ചക്കരയുടെ ഫ്രണ്ട്സാണ്, അവരുടെ കൂടെ പഠിച്ച അവരുടെ കൂട്ടുകാരികൾ വന്നതാണ് ഈ ഒരു ഫോട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. നമ്മുടെ ചാനലിൽ അളിയൻ്റെ ചാനലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ അബൂ താഹിർ, നമ്മുടെ താഹിർക്കായും പുള്ളിക്കാരൻ്റെ ഫാമിലിയാണിത്.
ഇത് നമ്മുടെ താർക്കാടെ 2 പെങ്ങന്മാരാണ് കേട്ടോ. അവർ രണ്ടാളും കൂടി ഗിഫ്റ്റ് തരുന്നതാണ്. പിന്നെ ഇത് ചക്കരയുടെ പിന്നെ അമ്മാവന്മാരാണ്, അതായത് ഉമ്മയുടെ ആങ്ങളമാരാണ്. 3 ആങ്ങളമാരിൽ 3 ആളും പിന്നെ അവരുടെ മക്കളും ഭാര്യയും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് കേട്ടോ. എല്ലാവരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നാട്ടിലുള്ള സമയത്തായിരുന്നു നമ്മുടെ കല്യാണം. ഇതും നിങ്ങൾക്കറിയാമായിരിക്കും, നമ്മുടെ അൻവർ ഷാനുവിൻ്റെ ഉമ്മ, വൈഫ്, മക്കൾ എല്ലാവരും. ഇത് നമ്മുടെ ചക്കരയുടെ ഉമ്മയുടെ ഉമ്മയാണ് കേട്ടോ. ഇത് മാമന്മാർ 3 ആളായിട്ട് ഇന്നെടുത്ത ഫോട്ടോ. ചക്കരയുടെ മാമന്മാർ 3 ആളും ചേർന്നുള്ള ഫോട്ടോയാണ്. ഇതും കുറച്ച് മുന്നേ നമ്മൾ കണ്ടായിരുന്നു. ചക്കരയുടെ പിന്നെ ഒരു മാമനും മാമൻ്റെ വൈഫും അവരുടെ മക്കളെല്ലാവരും കൂടി ചേർന്നിട്ടുള്ളതാണ്. ഇത് മറ്റൊരു മാമനും അവരുടെ വൈഫും മക്കളുമാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. പിന്നെ ഈ ഒരു ഫോട്ടോ എന്ന് പറയുമ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഗ്രൂപ്പായിട്ട് എടുത്ത ഫോട്ടോയാണ് കേട്ടോ. ഇതിൽ തന്നെ നമ്മുടെ അൻഷിഫ് മുനിക്കൽ, അതേപോലെ തന്നെ നമ്മുടെ ജസിയ ആഷിഖ്, അവരെല്ലാവരും കൂടെയൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോയാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് നമ്മുടെ കല്യാണ മണ്ഡപത്തിൽ ആ ഒരു വേദിയിൽ വെച്ചൊരു ലൈവ് മാജിക് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഷോ നടത്തുന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെയൊക്കെ ഫ്രണ്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആളായിട്ടുള്ള നമ്മുടെ മുസ്തഫ ചെറുപ്പളശ്ശേരി, പുള്ളിക്കാരനൊരു ലൈവ് മാജിക്കാണ് അന്നവിടെ കാണിച്ചത്. അതായത് ഒരു ഇന്ത്യൻ മാംഗോ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പിന്നെ മാങ്ങാമരത്തിൻ്റെ ഒരു മാജിക് ഉണ്ടല്ലോ, അതാണ് അന്ന് അവിടെ കാണിച്ചത് പുള്ളിക്കാരൻ. നമ്മുടെ കല്യാണത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഷോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ കല്യാണ വീഡിയോസൊക്കെ നിങ്ങൾ മുമ്പോട്ട് നോക്കിയാൽ മതി, പഴയ വീഡിയോസിലൊക്കെ ഉണ്ടാവും അതിൻ്റെ ഫുൾ മാജിക്കിൻ്റെ വീഡിയോ. ഇത് ചക്കരയുടെ ഏറ്റവും ചെറിയ മാമനാണ്, അമ്മാവൻ. അപ്പോൾ ആളും ആളുടെ മക്കളും വൈഫൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോയാണ്. അങ്ങനെ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നേരത്തുള്ള ഒരു ഫോട്ടോയാണ്. ഉമ്മായും സോഫിത്തായും പിന്നെ അളിയനും ഉപ്പായും എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി കൊല്ലത്തോട്ട് തിരിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഫോട്ടോയാണത്. മംഗല്യത്തിൻ രാവ് പുലർന്നേ മലക്കുകൾ മർഹബ പാടിടുന്നേ വാനിൽ അമ്പിളി പൂത്തു വിടർന്നേ. മംഗല്യത്തിൻ രാവ് പുലർന്നേ മലക്കുകൾ മർഹബ പാടിടുന്നേ വാനിൽ അമ്പിളി പൂത്തു വിടർന്നേ. വാനിൽ അമ്പിളി പൂത്തു വിടർന്നേ. പുതുമാരൻ റസൂലുള്ള ചമഞ്ഞിടുന്നേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കല്യാണ ആൽബം നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നപ്പോൾ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ എല്ലാം പാടും നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് ഒരു ഫുൾ വീഡിയോ ആക്കാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് ലെങ്ത് ആവും വീഡിയോ. അപ്പോൾ അത് കാരണം കൊണ്ട് അത്യാവശ്യം കുറച്ച് ഫോട്ടോസ് മാത്രം എടുത്തിട്ടാണ് പിന്നെ ഞാൻ ചെയ്തത്. പിന്നെ എല്ലാ ഫോട്ടോസും കയ്യിൽ കിട്ടിയിട്ടുമില്ല. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഫോട്ടോസാണ് നമുക്ക് ആൾ ഫോട്ടോഗ്രാഫർ വിട്ടുതന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു ഫോട്ടോസാണ് ഞാനിതിൽ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കല്യാണ ആൽബം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആപ്പാനൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഒരു കുഴപ്പമില്ലാതെ നമ്മളെ കല്യാണത്തിന് പങ്കെടുക്കാനും ഒക്കത്തിനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം പെട്ടെന്നായിരുന്നു. ഒക്കെ അള്ളാൻ്റെ കഥ പോലെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒക്കെ പടച്ചോൻ്റെ കഥ പോലെ ഹയറായത് അങ്ങനെ തന്നെ നടന്നു. പിന്നെ അതേപോലെ തന്നെ വീട്ടിൽ ഉമ്മാടപ്പാടൊക്കെ വിവരങ്ങൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ് ഓക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ വീട്ടിൽ ഉമ്മായും ഉപ്പായും അനിയനുണ്ട്, ഡെയിലി വിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്, സംസാരിക്കുന്നുണ്ട്, അതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നല്ല ചൂടാണ് കേട്ടോ, നല്ല വിയർത്തും കൊണ്ടിരിക്കുക. ഇപ്പോൾ എല്ലായിടത്തും മഴ കാര്യങ്ങളൊക്കെ മാറി ചൂടിലോട്ട് മാറി തുടങ്ങി. മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ രാവിലെ വീട്ടിലോട്ട് അപ്പാനെ വിളിച്ചു വരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ അവിടെയും ചൂട് തന്നെ. പിന്നെ ചെറുതായിട്ടൊന്നും ആ ഒരു മഴക്കാറ് വരും പോവും. പക്ഷെ ഇവിടെ ഓക്കെ മഴക്കാറൊന്നുമില്ല. അപ്പോൾ നല്ല തെളിഞ്ഞിട്ട് ആകാശമൊക്കെ നല്ല തെളിഞ്ഞിട്ട് തന്നെയാണ്. മഴയൊക്കെ പോയെന്നാണ് തോന്നണം, ഇനിയിപ്പോൾ അറിയില്ല. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കല്യാണ ആൽബം, കല്യാണത്തിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇവിടുത്തത് ഇനിയിപ്പോൾ ഇൻഷാല്ലാ ഞാൻ നാടെത്തിയിട്ട് അവിടുത്തെ നിങ്ങൾക്ക് ഞാൻ ആൽബമായിട്ട് തന്നെ ആ ഒരു ബുക്ക് നമുക്ക് വരുമല്ലോ, അപ്പോൾ ആ ഒരു ബുക്ക് തന്നെ ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ട് ഓരോ പേജായിട്ട് ഇങ്ങനെ കാണിച്ചിട്ട്. അപ്പോൾ ഇവിടെ നമുക്കിപ്പം എനിക്ക് ആൽബമായിട്ട് കിട്ടിയില്ല, നമുക്കിവിടെ ഈ ഒരു ഫോട്ടോസാണ് അയച്ചെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാടെത്തിയിട്ട് നമുക്ക് അവിടുത്തത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷമായിട്ട് വരും വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.